ലോകത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളി കണ്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ നേരെ പുറകെ കാണുന്ന കേട്ടാ. വേൾഡ് റെക്കോർഡ് കിട്ടിയ പള്ളി ഇതാണ് കേട്ടാ. ഇതൊക്കെ നിങ്ങൾ ഈ മതിലിന് സമാനമായിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ അടിയിൽ ഭൂമിക്കടിയിൽ 22 അടിയോളം താഴ്ചയിലാണ് ഈ പള്ളി ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം കോതമംഗലം അള്ളുങ്കലിലാണ് 80 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിന്ന് ഈ പള്ളിനെ പറ്റി പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ള ഉസ്താദിന്റെ മകനാണ്. പേരെന്താ പറഞ്ഞത്? എത്ര അടി താഴ്ചയിലുള്ളത്? 24 അടി താഴ്ചയിലാണ്. എത്ര വർഷമായി നിർമ്മിച്ചിട്ട്? ഇപ്പൊ ഗുഹ നിർമ്മിച്ചിട്ട് 1 വർഷമായി. പള്ളി നിർമ്മിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതെയാ, ഓക്കെ. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ? വാ വാ. ഇത് നേരെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ എല്ലാ മതസ്ഥരെ പിന്നെ ഇതാണല്ലേ. അത് എന്തിനാ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ? ഇത് എല്ലാ മതങ്ങൾക്കും സ്വാഗതമാണ് ഈ പള്ളിന്ന് അറിയിക്കാനാണ് ഈ ഒരു ബോർഡ് കൊടുത്തിട്ടില്ലേ? അപ്പൊ എല്ലാ മതസ്ഥർക്കും ഈ ഇത് പള്ളിന്റെ അകത്ത് കയറാൻ പറ്റും. പള്ളിയുടെ അകത്ത് കയറാം. അതെയാ, ഓക്കെ. ഇതിന് ഇവിടെ എത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് 2 വഴികളുണ്ടല്ലേ? ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പള്ളിയും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ മതസ്ഥർക്ക് ധ്യാനിക്കാനുള്ള ധ്യാനപീഠങ്ങളാണ് ഉള്ളത്. നമുക്ക് ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് പോകല്ലേ? അതേ പള്ളി കാണാല്ലേ? കറക്റ്റ് ഒരാൾക്ക് നടക്കാൻ പാകത്തിനുള്ള ഒരു ഹൈറ്റ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. ഇതിനുള്ളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗള് നിർമ്മിക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഉള്ളിൽ പള്ളീന്റെ അകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇവിടുന്ന് റൈറ്റ് ഒരു ഇതുണ്ട്. അത് ഇവിടുന്ന് റൈറ്റ് എന്താ പോകുന്നത്? ഇവിടുന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ കറങ്ങി തന്നെയാണ് ഇത് മൊത്തത്തിൽ. അതെയാ, ഇതും വേറെ വ്യവസ്ഥർക്ക് ധ്യാനിക്കാനുള്ള ധ്യാനപീഠങ്ങളാണ്. മൊത്തത്തിൽ 9 മേളില് ധ്യാനപീഠങ്ങൾ ഉണ്ട് മൊത്തം. എന്നാലും പള്ളി ആദ്യം കാണാം, എന്നിട്ട് അതിന് ശേഷം ഇത് കാണാല്ലേ? നമ്മള് നേരെ ഇനി പള്ളീന്റെ അകത്തേക്കാ കയറുന്ന കേട്ടാ. ഇതാ ഇവിടുന്ന് ഒരു 10 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ 9 പേർക്കും ഇമാമും കൂടി കൂട്ടി 10 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇതാ ഫാൻ ഉണ്ട്, അത്യാവശ്യം വേണ്ടുന്ന ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്ര അടി 4 അടി താഴ്ത്താണ് ഉള്ളതല്ലേ? ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണിത്. അതെയാ, പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്യാമറ അവാർഡ് എന്നാണ് എന്റെ പേര്. അതെയാ, അതെവിടെ വെച്ചിട്ടാ? അത് കോഴിക്കോട് കൊണ്ടോട്ടി വെച്ചാണ്. അതെയാ, പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ പേരാന്ന് പറഞ്ഞത്? അതെയാ. അപ്പൊ ആരാ മെയിനായിട്ട്? നിങ്ങളെ പാപ്പാന്റെ പേര്? ബാക്കിയുള്ളവര് ശിഷ്യന്മാരാണല്ലേ? അവര് ഇത്ര ആൾക്കാർ കൂടിയിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. എത്ര ദിവസത്തെ ഈ ഒരു ഗുഹ ഉണ്ട്? 65 ദിവസത്തോളം എടുത്തിട്ടാണ് ഈ പള്ളി മാത്രം നിർമ്മിച്ചത്. ഈ ഗുഹ ഉണ്ടാക്കാനോ? 2 വർഷത്തോളം. അപ്പൊ നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഗുഹ ഉണ്ടല്ലേ? അപ്പൊ ഗുഹയുടെ സൈഡിൽ ഈ കാണാൻ ഇതൊക്കെ എന്താണ്? ഓരോ മതസ്ഥർക്കും ധ്യാനം കഴിക്കാനുള്ള ധ്യാനപീഠങ്ങളാണ്. അതെയാ, ഓരോ മതസ്ഥർക്കും. എല്ലാ ദിവസവും. അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞു. പണി കൂടി കഴിഞ്ഞാൽ പൂർത്തി. അതെയാ, അങ്ങനെ അപ്പൊ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്? അതെയാ, ഇങ്ങോട്ടേക്കായിട്ട് വരുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഉസ്താദിന്റെ നമ്പറാണ് 9048 തുടങ്ങുന്ന നമ്പർ. വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അഥവാ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. യൂനുസ് ഷാ ഖാദരി എന്ന് പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ 14 ശിഷ്യന്മാരും കൂടിയിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണ്ടുന്നവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ DM ചെയ്തുതരാം.